നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിലെ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫുജൈറ ദിബയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ 2:27 ഭൂചലനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 1.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. രണ്ടാഴ്ചക്കിടെ ഉണ്ടായ രണ്ടാം ഭൂചലനമാണിതെന്നാണ് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 16 2.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. സംഭവത്തിൽ അപകടമോ പരിക്കോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസം 16 മസാഫിയിൽ റിക്ടർ സ്കെയിലിൽ 2.2 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നേരിയ ഭൂചലനങ്ങൾ യുഎയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ദിബ, മസാഫി, ഖോർഫക്കാൻ നഗരം, ഫുജൈറ, കൽബ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് NCM സീസ്മോളജി ഡയറക്ടർ ഖമീസ് എൽ ഹാഷ്മി പറഞ്ഞു. അതേസമയം യുഎയിൽ കോവിഡ് പ്രതിരോധം അതിശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,719 കോവിഡ് ഡോസുകൾ കൂടി വിതരണം ചെയ്തു. ആകെ 1,82,40,713 ഡോസുകളാണ് വിതരണം ചെയ്തതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പുതുതായി 985 പേരിൽ മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1526 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 2 പേർ കൂടി രോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ആകെ രോഗം ബാധിച്ച 7,06,644 പേരും രോഗമുക്തി നേടി. ആകെ മരണം 2036 ആണ്. നിലവിൽ 10,668 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 2,59,569 പരിശോധനകളാണ് പുതുതായി നടത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.